ഹായ് ഫ്രണ്ട്സ്, വളരെ ഈസിയായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കുറച്ച് ചിക്കൻ വെച്ചാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ ദിവസവും എണ്ണയിൽ വറുത്തെടുക്കുന്ന പലഹാരമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു ദിവസങ്ങളിൽ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഉണ്ടാക്കാൻ നോക്കണം. നമുക്കിത് ചപ്പാത്തി മാവ് കുഴക്കുക പരത്തുക ഒന്നും വേണ്ട. വളരെ പെട്ടെന്ന് വീട്ടിലുള്ള സാധനം വെച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഞാൻ ആദ്യം 2 സവോള ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടാകുമ്പോൾ നമുക്കിത് ഈ സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒരു പച്ചമുളക്, ചെറിയൊരു പീസ് ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ച കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടാം. അപ്പോൾ സവാള നമുക്ക് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. സവാള ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വാടിയാൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് അധികം വേണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ഇല്ലെങ്കിൽ അതിന് പകരം മീറ്റ് മസാലയോ ഗരം മസാലയോ എന്താ ഉള്ളത് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കാം. ഇതിൻ്റെ ആ ഒരു റോ ഫ്ലെയിം പോകാൻ വേണ്ടി കുറച്ച് സമയം വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ തക്കാളി ഉണ്ടെങ്കിൽ അത് അരച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ചിക്കൻ ഇതുപോലെ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തതാണ്. ഇത് എല്ലൊന്നും ഇല്ലാതെ നമ്മൾ നന്നായി ചിക്കിയെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ബ്രസ്റ്റ് പീസ് ഉണ്ടെങ്കിൽ അത് വേവിച്ച് ചേർത്താലും മതി. അതിന് ആകുമ്പോൾ ചെറുതായി മുറിച്ച് വേവിച്ചെടുത്താൽ മതി. ഇത് ഞാൻ എല്ലോട് കൂടിയുള്ളത് വേവിച്ചതിന് ശേഷം അതിൽ നിന്ന് നന്നായി ചിക്കിയെടുത്തതാണ് കേട്ടോ. ഒരിക്കലും എല്ല് ഉണ്ടാവരുത് ഇതിലേക്ക്. ഇനി ഞാൻ ഇതിലേക്ക് ഈ മസാലയും ചിക്കനും ഇതൊക്കെ എല്ലാം ഒന്ന് യോജിച്ച് പോകാൻ വേണ്ടി ഞാൻ ഇത് വേവിച്ച് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഈ ചിക്കൻ വേവിച്ച വെള്ളം അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സാധാ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതുണ്ടെങ്കിൽ ഇത് തന്നെ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറാണ് ഇത് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുമ്പം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു 1 മിനിറ്റ് സമയം ഒന്ന് ഇത് വഴറ്റി വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് ഈ മസാലകളൊക്കെ ഈ ചിക്കനിൽ പിടിച്ച് കിട്ടും. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന മാവ് എടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് കലക്കിയെടുക്കണം. ആദ്യം ഒന്ന് ഇതുപോലെ കലക്കിയതിന് ശേഷം ഞാനിതൊന്ന് മിക്സിയിലടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടിച്ചെടുത്താൽ മതി. വെള്ളം കൂടി പോകരുത്. അഥവാ കൂടി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത്. ഇനി നമ്മൾക്ക് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ഏത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ചെറുതായി നുറുക്കിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയാണ് വേണ്ടത്. ഞാൻ ഇതുപോലെ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുരുമുളക് ക്രഷ് ചെയ്ത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ മസാല കൂട്ടുണ്ടല്ലോ, ചിക്കനൊക്കെ ചേർത്തിട്ടുള്ളത്, അത് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫ്ലെയിം നന്നായി കുറച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ബാക്കി ചിക്കൻ മസാല ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മാവ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള മാവ് ഇത് ഫുള്ളായി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ ആ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനല്ലേ അതുകൂടി ചേർത്ത് കൊടുക്കാം. ചിക്കന് പകരം ചിക്കൻ കഴിക്കാത്തവരാണെങ്കിൽ മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ വെജിറ്റബിൾസൊക്കെ വേവിച്ചിട്ടോ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ബാക്കിയുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള മാവില്ലേ അതുകൂടി ഇതിൻ്റെ മേലെ മുഴുവനായി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വച്ച് വേവിക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. ഞാൻ ഒരു 5 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ വേവിച്ചതാണ്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മല്ല പൊട്ടാതെ വേണം തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം ഞാൻ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് വലിയൊരു തവി വേണം ഇതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി ഇതുപോലെ തിരിച്ചിട്ട് വീണ്ടും മൂടി വെച്ച് അതേപോലെ 5 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ റംസാൻ സമയത്ത് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അധികം എണ്ണയൊന്നുമില്ല, നെയ്യോ ഒന്നും ഇല്ലാണ്ട് നമുക്കിതുപോലെ പ്രായമുള്ളവർക്കായാലും അല്ലാത്തവർക്കായാലും നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ എന്തായിട്ടും നമുക്കിത് കഴിക്കാം. നോമ്പ് തുറക്കായിട്ട് നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനോ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.